പോയി മീൻ പിടിച്ചത് നമ്മൾ കണ്ടില്ല. ഇവനാണ് ഇത്ര നേരം ഇവിടെ കിടന്ന് വേളം ഉണ്ടാക്കിയത്. ഇന്ന് ഇത്രയും കിട്ടിയത്. ചത്തില്ലെങ്കിൽ കയ്യിലെല്ലാം ഓടുകൂടെ തീർന്നു. ഇത്ര മീൻ നമുക്ക് ഇന്നിവിടെ. നമസ്കാരമുണ്ടേ. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെറിയൊരു ഫിഷിങ്ങാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ഫിഷിങ്ങൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്കെന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഗായ്സ്, നമ്മളുടെ വണ്ടിയുടെ പെട്രോൾ ഇവിടെ തീർന്നു കേട്ടോ. അപ്പം നമ്മൾ പമ്പിൽ പോയി പെട്രോളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് പെട്രോളൊക്കെ ഒഴുകിയാണ്. മകന് എന്തായാലും കുറച്ച് ദൂരം പോകാനുണ്ട്. അപ്പം നമുക്ക് സ്ഥലത്തെത്തിയിട്ട് ഏത്തൊക്കെ എന്തിനാളിയാ മീൻ കൊടുക്കാനാ? നമ്മൾ ചൂണ്ടയൊക്കെ മേടിക്കാനായിട്ടൊരു കടയിൽ കയറിയതാണ് കേട്ടോ. കടയിൽ കയറി നമുക്ക് അവിടുന്ന് ചൂണ്ടയൊക്കെ മേടിച്ചിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ കുറച്ച് ചൂണ്ടകളൊക്കെ നമ്മളെടുത്ത് നോക്കുന്നുണ്ട്. നമ്മളെ കൂട്ടുകാരനാണ്, ശ്യാമെന്നാണ് കൂട്ടുകാരൻ്റെ പേര്. അപ്പോൾ നമ്മളെ സുഹൃത്താണ്, പുള്ളിയാണ് നമുക്ക് ഇതൊക്കെ മേടിക്കാനായിട്ട് കടയിൽ കയറിയെല്ലാം എടുത്തു തരുന്നത്. രണ്ടെണ്ണം പോരെ? പൊട്ടിപ്പോവൂ. അപ്പം നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഒരുവിധം നമ്മളെല്ലാം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യമായിട്ടാണ് പോണത്. അവിടെ നല്ല നമ്മൾ ചൂണ്ടയിടാൻ തന്നെ ആദ്യമായിട്ടാണ് പോണത്. അങ്ങനെ നമ്മളിതുവരെ അങ്ങനെയൊന്നും പോയിട്ടില്ല. ഫസ്റ്റ് ടൈമായിട്ടാണ് ഇങ്ങനെ പോണത്. അങ്ങനെ നമ്മൾ ചൂണ്ടയിടുന്ന സ്ഥലത്തേക്ക് എത്തുക. കൊള്ളാല്ലേ? അടിപൊളി, സൂപ്പറായിട്ട്. നല്ല മഴക്കുള്ള കോളും വന്ന്, നല്ല കാറ്റൊക്കെ ഉണ്ടില്ലേ. ഇത്രയും നേരം നല്ല വെയിലായിരുന്നു. നമ്മൾ വരുന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നത്. തലയിൽ വീഴുമെന്നു വളരെ പൊളി സൈറ്റ് കേട്ടോ. എൻ്റെ മോനെ നൈസായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരും വന്നിട്ടുണ്ട്. നമ്മൾ അവരുടെ അടുത്തോട്ട് പോയിട്ട് അവരെയും കൂടെ വിളിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അളിയ, ഒടുക്കത്തെ കാറ്റില്ലേ? ഒടുക്കത്തെ കാറ്റില്ലേ? ഒരു വഴിയില്ല, അതിനൊന്നും വഴിയില്ല. പക്ഷെ ഇടാൻ പറ്റിയ സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടാളിയാ. ഇത് നമ്മുടെ പൊഴിക്കൽ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അവിടെ ഒരു കവാടമൊക്കെ ഉണ്ട്, സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ വന്നിട്ട്. അത് ഡോർ തുറന്ന് നമുക്ക് അമ്പലത്തിനകത്തുനിന്ന് വരുന്ന വഴിയാണ്. നമ്മൾ പ്രതീക്ഷ പോലെയല്ല, നല്ല കാറ്റുണ്ടായിരുന്നു. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റുണ്ട്. നമ്മൾ പറയുന്നതൊന്നും കേൾക്കാൻ വയ്യ. എത്രത്തോളം ഇതിനകത്ത് നമുക്ക് വീഡിയോക്കകത്ത് നമ്മൾ പറയുന്നത് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ അത്ര കാറ്റാണ് നമുക്ക്. അവിടെ നിന്നിട്ട് ഒന്ന് കടലിൽ നിന്നടിക്കുന്ന നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ അത് മഴക്കോളമൊക്കെ കയറിയിട്ട് നമ്മൾ മഴ പെയ്യുമെന്നാണ് വിചാരിച്ചിരുന്നത്. എന്തോ ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തിട്ടില്ല. നമ്മൾ അവിടെ നിന്ന് ചൂണ്ടയിടാമെന്നും പറഞ്ഞാണ് നമ്മൾ അങ്ങോട്ട് പോയത്. ഫുള്ള് പാറയാണെന്ന് പറഞ്ഞാൽ ഫുള്ള് പാറ ഇങ്ങനെ കിടക്കുകയാണ്. താഴോട്ട് ഫുള്ള് പായലൊക്കെ അടിച്ച് വഴുക്കലായിട്ട് കിടക്കണം. അപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങിയൊന്നും നമുക്ക് ചൂണ്ടയിടാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ട് പോയി ചൂണ്ടയിടാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഇങ്ങനെ കായൽ വന്ന് ചേരുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ അങ്ങോട്ട് കുറേ പേര് ആളുകൾ നിന്ന് അവിടെ നിന്ന് ചൂണ്ടയിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി അവിടെ നിന്ന് ചൂണ്ടയിടാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണ്. പക്ഷെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് പോകണം. ഇത് പോയെന്ന് തോന്നില്ല. മുറിഞ്ഞായിട്ട്
ഫുൾ സെറ്റാണ് ഗൈസ്. നമുക്ക് അവിടെ നിന്ന് കളഞ്ഞു കിട്ടിയ ഒരു ലൂറാണത്. അപ്പോൾ നമ്മളതെടുത്തൊന്ന് സെറ്റ് ചെയ്തിട്ട് ഒരു ട്രയൽ എന്നുള്ള നിലയിൽ നമ്മളത് എടുത്തിട്ടിട്ട് നമ്മളൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നു. എന്താണെന്ന് നമുക്കറിയില്ല. നമുക്ക് എന്തായാലും ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മളെ ചങ്ക് ശരത്താണ്, നമ്മുടെ സുഹൃത്താണ്. അവനാണ് പിന്നെ ഫസ്റ്റ് ഷൂട്ടാണ്. എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയണം കേട്ടോ. ഈ കൂടെ പോവല്ലേ? ഞാനും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നും പറഞ്ഞാണ് പോയി നിൽക്കുന്നത് കേട്ടോ. നമുക്കറിയില്ല എന്താവുമെന്ന്. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കാസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പം നമുക്ക് നോക്കാം. കാസ്റ്റ് ചെയ്തിട്ടൊന്നും കിട്ടാൻ പോകണില്ല, എന്നാലും ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. മിസ്സായി പോയി. മീൻ പിടിച്ചത് നമ്മൾ കണ്ടില്ല. അങ്ങനെ നമുക്ക് ഫസ്റ്റ് മീനെ കിട്ടിയിരിക്കുകയാണ്. ആ, രക്തം കണ്ടെത്തിക്ക് ഇനിയിപ്പം പൊളിയായിരിക്കും. കിട്ടൂടാ, അവിടെ കൊത്തണ്ടെന്ന് തോന്നില്ലേ? കൊഞ്ചുണ്ടോ എൻ്റെ കയ്യില്? എവിടുന്ന്? ആ, അതിട്ടോ കൂടാ. ചൂണ്ട ഇട്ടാണ് ഗൈസ് നമ്മളിവിടെ. നമ്മള് ഇവിടെ നമുക്കെല്ലാം ശരത്താണ് ഇതിൻ്റെ എക്സ്പേർട്ട്. ഇവനാണ്. നമ്മളെല്ലാം ബിഗിനേഴ്സാണ്. എന്താ പ്രൊഫഷണലായിട്ട് ചെയ്യാന്നേ ഉള്ളൂ. പക്ഷെ എല്ലാം സീനാണ്. നമ്മളെ തീറ്റ മൈദയാണ് ഗൈസ്. മൈദ ഇട്ട് നമ്മള് മീനുകളെ പറ്റിക്കുന്ന അവസ്ഥയാണ്. ആ, അപ്പുറത്ത് 1 കിലോ മൈദ തീർക്കുന്ന പറഞ്ഞ മാരലയാ അല്ലേ തോമ്മ? അങ്ങനെ പൊക്കട ഏറ്റ സാധനം കേട്ടോ. ഇവനാണ് ഇത്ര നേരം ഇവിടെ കിടന്ന് വേളം ഉണ്ടാക്കിയത്. വായിൽ കയറി കേട്ടോടാ. അത് അതുകൊണ്ട് തന്നെ ചെകളയിലുണ്ട്. ഇന്ന് ഇത്രയും കിട്ടിയത്. ചത്തില്ലെങ്കിൽ കയ്യിലെല്ലാം കൊള്ളൂടെ. ഇത്രയും മീൻ നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കണം. എന്താ ഇത്രയും മീൻ? 2 മീൻ എന്ന് പറഞ്ഞാൽ പോരെ? 2 ചെറുതുണ്ട്. ചെറുതൊക്കെ ഉണ്ട്. ഒരു 4 എണ്ണം കാണും. 5 എണ്ണം ഉണ്ട്. ഇനി നമ്മൾ അടുത്ത സ്ഥലത്ത് നമ്മളവിടെ നിന്ന് ഇറങ്ങുന്ന സമയമായപ്പോഴത്തേക്ക് അവിടെ നിറച്ച് വണ്ടികളൊക്കെ വന്നിരുന്നു. ഒരുപാട് പേര് വന്നിട്ട് മീൻ പിടിക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മളൊരു 6 മണിയൊക്കെ ആയി. നമ്മളവിടെ നിന്ന് 5:45 6 മണി ടൈമായി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ. ഒരുപാട് പേര് അപ്പോഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അടുത്ത സ്പോട്ട് നോക്കി പോയിക്കൊണ്ടിരിക്കുക. അവിടെ നിന്ന് നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. അടുത്ത സ്ഥലം നമുക്ക് നോക്കാം. നമുക്ക് അവിടുന്ന് ഒന്നും കിട്ടിയില്ല. നമ്മളിപ്പോൾ അവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. അടുത്ത സ്ഥലത്ത് പോയിട്ട് അവിടെ വല്ലതും കിട്ടുമെന്ന് നോക്കാം. അപ്പം നമ്മൾ അവിടുന്ന് കാര്യമായിട്ടൊന്നും കിട്ടില്ല. അപ്പം നമ്മൾ വേറൊരു ചിറയിലോട്ട് വന്നിട്ടുണ്ട്. ചിറയിൽ വന്നിട്ട് നമുക്ക് അവിടെ സൈഡിൽ തോടൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒന്ന് വന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാമെന്നും പറഞ്ഞ് വന്നിരിക്കുകയാണ് നമ്മൾ. നോക്കാം. ഇനി അങ്ങനെ വീർക്കം ഉണ്ടാവത്തില്ല കേട്ടോ. ഒത്തിരിക്കൊന്നും കിട്ടത്തില്ല. ഫോട്ടം പിടിക്കുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ മാറി ഒരു 2-3 സ്ഥലത്ത് പോയി കാസ്റ്റ് ചെയ്ത് നോക്കി. നമുക്ക് ഇവിടെ നിന്നും സ്ട്രൈക്കൊന്നും കിട്ടിയില്ലായിരുന്നു.
അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് നമ്മളുടെ വീഡിയോ നിർത്തുകയാണ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.